10 വൃന്ദം മാലാഖമാരെ ആണ് സഭ പഠിപ്പിക്കുന്നത്. സഭയുടെ പാരമ്പര്യം അനുസരിച്ചും പിതാക്കന്മാരുടെ എഴുത്തുകളിൽ നിന്നും. അതിനെ നമ്മൾ നിസ്സാരമായി തള്ളിക്കളയേണ്ടതല്ല, അതില്ലാത്തൊരു കാര്യമാണെന്ന് ചിന്തിക്കേണ്ട. കാരണം 1, 2, 3 നൂറ്റാണ്ടുകളിലെല്ലാം ആത്മീയമായി വളരെ ഉന്നത നിലവാരത്തിൽ ജീവിച്ച അനേകം ഭക്തന്മാർ, വിശുദ്ധന്മാരുണ്ടായിരുന്നു. കർത്താവിന് വേണ്ടി നിലകൊണ്ട ധാരാളം വിശുദ്ധന്മാരുണ്ടായിരുന്നു. യാക്കോബിൻ്റെ തക്സയിലാണ് അതിനെക്കുറിച്ച് പറയുന്നത്. ഞാൻ നോക്കിയത് സേവേറിയസിൻ്റെ തക്സ ഞാൻ നോക്കി. അപ്പം അതിനകത്തെല്ലാം വളരെ കൃത്യമായി ഈ മാലാഖമാരുടെ എല്ലാം പേര് പറയുന്നുണ്ട്. പ്രമിയോനിലുണ്ടത്. അപ്പം അത് അവർക്ക് അജ്ഞാതമായ ഒരു കാര്യം എവിടെന്നെങ്കിലും എടുത്തു പറഞ്ഞതല്ല, മറിച്ച് സഭയിലെ പിതാക്കന്മാർക്ക് വെളിപ്പെട്ടതോ അവർക്ക് ദൈവാത്മാവ് കാണിച്ചു കൊടുത്തതുമായ കാര്യങ്ങൾ, യഹോവയായ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന വൃന്ദത്തെ പിതാക്കന്മാർ രേഖപ്പെടുത്തിയതാണ്. അത് നമ്മൾ നിസ്സാരമായി തള്ളിക്കളയാൻ ഉള്ളതല്ല, കളയേണ്ടതുമല്ല. എന്നാൽ വേദപുസ്തകത്തിൽ അവ എല്ലാറ്റിനെക്കുറിച്ചും പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ആ 10-ൽ ഒരു കൂട്ടം മാലാഖമാർ ആണ് പാപം ചെയ്തു പോയ മാലാഖമാർ. ആ കൂട്ടമാണ് ലൂസിഫർ. അത് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കൂട്ടമായിരുന്നു ലൂസിഫറും വൃന്ദവും. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 28-ാമത്തെ അധ്യായം. യഹോവയുടെ അരുളപ്പാട് എനിക്ക് ഉണ്ടായത് എന്തെന്നാൽ, മനുഷ്യപുത്ര, നീ സോർ രാജാവിനെ കുറിച്ച് ഒരു വിലാപം തുടങ്ങി അവനോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നീ മാതൃകാ മുദ്രയാകുന്നു, നീ ജ്ഞാനസമ്പൂർണനും സൗന്ദര്യസമ്പൂർണനും തന്നെ. നീ ദൈവത്തിൻ്റെ തോട്ടമായ ഏദനിലായിരുന്നു. താമ്രമണി, പീതരത്നം, വജ്രം, പുഷ്പരാഗം, ഗോമേതകം, സൂര്യകാന്തം, നീലക്കല്ല്, മാണിക്യം, മരതകം മുതലായ സകല രത്നങ്ങളും നിന്നെ മൂടിയിരുന്നു. നിന്നെ തീർത്ത നാളിൽ നിന്നിലുള്ള തടങ്ങളുടെയും കൂടുകളുടെയും പണി പൊന്നുകൊണ്ടുള്ളതായിരുന്നു. നീ ചിറക് വിടർത്തി മറയ്ക്കുന്ന കെരൂബ് ആകുന്നു. ഞാൻ നിന്നെ വിശുദ്ധ ദേവപർവ്വതത്തിൽ ഇരുത്തിയിരുന്നു. നീ അഗ്നിമയ രഥങ്ങളുടെ മധ്യേ സഞ്ചരിച്ചു പോന്നു. നിന്നെ സൃഷ്ടിച്ച നാൾ മുതൽ നിന്നിൽ നീതികേട് കണ്ടതുവരെ നീ നടപ്പിൽ നിഷ്കളങ്കനായിരുന്നു. നിന്റെ വ്യാപാരത്തിൻ്റെ പെരുപ്പം നിമിത്തം നിന്റെ അന്തർഭാഗം സാഹസം കൊണ്ട് നിറഞ്ഞു. നീ പാപം ചെയ്തു, അതുകൊണ്ട് ഞാൻ നിന്നെ അശുദ്ധനെന്നെണ്ണി ദേവപർവ്വതത്തിൽ നിന്ന് തള്ളിക്കളഞ്ഞു. മറയ്ക്കുന്ന കെരൂബേ, ഞാൻ നിന്നെ അഗ്നിമയ രഥങ്ങളുടെ മധ്യ നിന്ന് മുടിച്ചു കളഞ്ഞു. നിന്റെ സൗന്ദര്യം നിമിത്തം നിന്റെ ഹൃദയം ഗർവിച്ചു. നിന്റെ പ്രഭ നിമിത്തം നിന്റെ ജ്ഞാനത്തെ വഷളാക്കി. ഞാൻ നിന്നെ നിലത്ത് തള്ളിയിട്ടു. രാജാക്കന്മാർ നിന്നെ കണ്ട് രസിക്കത്തക്കവണ്ണം നിന്നെ അവരുടെ മുൻപിൽ ഇട്ടുകളഞ്ഞു. നിന്റെ അകൃത്യ ബാഹുല്യം കൊണ്ട്, നിന്റെ വ്യാപാരത്തിൻ്റെ നീതികേട് കൊണ്ടും നീ നിന്റെ വിശുദ്ധ മന്ദിരങ്ങളെ അശുദ്ധമാക്കി. അതുകൊണ്ട് ഞാൻ നിന്റെ നടുവിൽ നിന്ന് ഒരു തീ പുറപ്പെടുവിക്കും, അത് നിന്നെ ദഹിപ്പിച്ചു കളയും. നിന്നെ കാണുന്ന ഏവരുടെയും മുൻപിൽ ഞാൻ നിന്നെ നിലത്ത് ഭസ്മമാക്കി കളയും. ജാതികളിൽ നിന്നെ അറിയുന്നവരെല്ലാവരും നിന്നെ കണ്ട് സ്തംഭിച്ചു പോകും. നിനക്ക് ശീഘ്രനാശം ഭവിച്ചിട്ട് നീ സദാകാലത്തേക്കും ഇല്ലാതെയാകും. ഇവിടെ പ്രധാന ദൂതനായ ലൂസിഫറിൻ്റെ 2 അവസ്ഥകൾ നമ്മളിവിടെ കാണുകയാണ്. അപ്പോൾ വേദപുസ്തക പ്രകാരം ലൂസിഫർ എന്ന് പറയുന്ന പ്രധാന ദൂതൻ, ആ വാക്ക് അങ്ങനെ തന്നെ ഉപയോഗിച്ചിട്ടുള്ളത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ
12-ാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. 14:12. അരുണോദയപുത്രനായ ശുക്ര. അവിടെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിലൊക്കെ ഉപയോഗിച്ചിട്ടുള്ള വാക്ക് ലൂസിഫർ എന്നാണ്. അരുണോദയപുത്രനായ ശുക്ര. ശുക്രനൊരു ഗ്രഹമാണ്. നവഗ്രഹങ്ങളിൽ ഒന്നാണ് ശുക്രഗ്രഹം. രാവിലെയുള്ള ഉദയ നക്ഷത്രത്തെ വിളിക്കുന്ന പേരാണ് ശുക്ര നക്ഷത്രം. ദൈവത്തിൻ്റെ സൃഷ്ടിപ്പിലെ ആദ്യ നക്ഷത്രമായ ലൂസിഫർ എന്നാണ് അവിടെ ഉപയോഗിച്ചിട്ടുള്ള വാക്ക്. അപ്പോൾ അത് എങ്ങനെയായിരുന്നു? അത്രമാത്രം മനോഹരമായിരുന്നു ആ കൂട്ടം മാലാഖമാർ. മാലാഖമാരുടെ പേരുകളിൽ ഒന്നാമത്തെ പേരുകാരൻ ആരാണ്? ലൂസിഫറാണ്. ലൂസിഫർ, പിന്നെ ഗബ്രിയേൽ, പിന്നെ മീഖായേൽ, സറാഫുകൾ, മൊറാവോസന്മാർ, സുൽത്താനന്മാർ, സ്രോഫ്യന്മാർ, എഴുതിയല്ലോ, റിഷ്ണുവോസന്മാർ, ഗബ്രിയേൽ, മീഖായേൽ, സാറാഫുകൾ, ലൂസിഫർ. ആ 4 പേരുടെ പേരുകളാണ് വേദപുസ്തകത്തിൽ കാണുവാനായിട്ട് ഉള്ളത്. കെരൂബുകൾ ഉൽപ്പത്തി 3:24. സറാഫുകൾ യെശയ്യാവ് 6:2, ഉൽപ്പത്തി 3:24. ഗബ്രിയേൽ ദാനിയേൽ 8:16, 9:21, ലൂക്കോസ് 1:19. ദൂതന്മാരുടെ പേരുകളെ സംബന്ധിച്ചുള്ള 2 തരത്തിലാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. ഒന്ന് വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രധാനമായും 4 മാലാഖമാരെ കുറിച്ചും, അതുകൂടാതെ 6 മാലാഖമാരെ കുറിച്ച് പാരമ്പര്യപ്രകാരം അല്ലെങ്കിൽ പിതാക്കന്മാർ വഴിയായും നമ്മൾ അറിയുന്നു. അങ്ങനെ 10 വൃന്ദം മാലാഖമാരാണ് ഉള്ളത് എന്ന് അവകാശപ്പെടുന്നു. അതിൽ ഒരു കൂട്ടം മാലാഖ ആണ് ലൂസിഫർ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഗബ്രിയേൽ എന്ന് പറയുന്ന ഒരു പേര് അനേകം കൂട്ടങ്ങൾ ചേരുന്നതാണ്. അതൊരു വൃന്ദത്തിൻ്റെ പേരാണ്, അത് ഒരു ദൂതൻ്റെ പേരല്ല. ലൂസിഫർ എന്ന് പറയുന്നതും ഗബ്രിയേൽ എന്ന് പറയുന്നതും മീഖായേൽ എന്ന് പറയുന്നതും സറാഫുകൾ എന്ന് പറയുന്നതും ഇതെല്ലാം ഒരു ദൂതൻ്റെ പേരല്ല, ഇതൊരു കൂട്ടത്തിൻ്റെ പേരാണ്. അപ്പോൾ അതിൽ ഒരു വൃന്ദം മാലാഖ തെറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒരാൾ പോയെന്നല്ല, കോടിക്കണക്കിന് മാലാഖമാർ ഉൾപ്പെടുന്ന ആ ഒരു കൂട്ടം മുഴുവനോടെ മാറിപ്പോയി. നമ്മൾ ദൂതന്മാരെ കുറിച്ച് 5 മുന്നറിയിപ്പുകൾ പേര് നമ്മൾ പറഞ്ഞു. ഇനി അവരെ കുറിച്ചുള്ള ചില മുന്നറിയിപ്പുകൾ. 1, കൊലോസ്യ ലേഖനം 2:18. താഴ്മ ഭവിക്കുന്നതിലും ദൂതന്മാരെ ആരാധിക്കുന്നതിലും രസിച്ചു സ്വന്തം ദർശനങ്ങളിൽ പ്രവേശിക്കുകയും തൻ്റെ ജഡമനസ്സിൽ വെറുതെ ചീർക്കുകയും തലയെ മുറുകെ പിടിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ ആരും നിങ്ങളുടെ വിരുത് തെറ്റിക്കരുത് എന്ന് പറഞ്ഞാൽ ദൂതന്മാരെ ആരാധിക്കരുത്. അത് ദൈവവചനം തരുന്ന ഒരു മുന്നറിയിപ്പാണ്. ദൂതാരാധനയിൽ രസിക്കുന്ന കൂട്ടം. വെളിപ്പാട് പുസ്തകം 22:9 വാക്യം. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ നാം കാണുന്നു, സാത്താൻ തന്നെ വെളിച്ചദൂതന്റെ വേഷം ധരിക്കുന്നു. സാത്താൻ താനും വെളിച്ചദൂതന്റെ വേഷം ധരിക്കുന്നുവല്ലോ. എല്ലാ ദൂതന്മാരും നല്ലവരല്ല. ദൂതന്മാരാണ് എന്നുള്ളത് കൊണ്ട് അവർ നല്ലവരാണ് എന്നില്ല. തെറ്റിപ്പോയ ദൂതന്മാരെ ഉദ്ദേശിച്ചായിട്ട് പറഞ്ഞു. വെളിച്ചദൂതന്റെ വേഷം. എന്താ ഈ വെളിച്ചദൂതൻ? സാത്താൻ എടുക്കുന്ന ഒരു വേഷമാണ് വെളിച്ചദൂതന്റെ വേഷം. അവൻ്റെ പിണയാളികളും ഇങ്ങനെ തന്നെയാണ്, ഏത് വേഷവും കെട്ടും. 2 പത്രോസിന്റെ ലേഖനം 2:4. പാപം ചെയ്ത ദൂതന്മാരെ
ദൈവം ആദരിക്കാതെ അന്ധതമസിന്റെ ചങ്ങലയിട്ട് നരകത്തിലാക്കി ന്യായവിധിക്കായി കാക്കുവാൻ ഏൽപ്പിക്കുകയും പുരാതന ലോകത്തെയും ആദരിക്കാതെ പാപം ചെയ്ത ദൂതന്മാരെ ദൈവം ആദരിക്കാതെ. അപ്പൊ ദൂതന്മാരാണ് എന്ത് ചെയ്തത്? പാപം ചെയ്തു പോയത്. അവരെ ദൈവം എന്ത് ചെയ്തില്ല? അവരെ ആദരിച്ചില്ല. യൂദായുടെ പുസ്തകം 6-ാം വാക്യം. തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാർ. ദൂതന്മാരാണ് എന്നുള്ളത് കൊണ്ട് അവരെല്ലാം നല്ലവരല്ല. ദൂതന്മാരിൽ ഒരു വൃന്ദം എന്ത് ചെയ്തു? തെറ്റിപ്പോയി, മാറിപ്പോയി, ദൈവത്തിൽ നിന്ന് അകന്നുപോയി. സ്വന്തം വാഴ്ച കാത്തുകൊള്ളാത്തവർ, ഇപ്പൊ തെറ്റിപ്പോയ ദൂതന്മാരുണ്ട്. രണ്ടാമത്തെ മുന്നറിയിപ്പ്, എല്ലാ ദൂതന്മാരും നല്ലവരല്ല. 2 കൊരിന്ത്യർ 11:14, 2 പത്രോസ് 2:4, യൂദായുടെ പുസ്തകം 6-ാമത്തെ വാക്യം. മൂന്നാമത്തെ കാര്യം, മനുഷ്യനേക്കാൾ മേലല്ല. ദൂതന്മാർ ഭൂമിയിൽ മനുഷ്യരെക്കാൾ മേലല്ല. 1 കൊരിന്ത്യ ലേഖനം 6:3, എബ്രായർ 2:16. നാം ദൂതന്മാരെ വിധിക്കും. മറ്റൊന്ന്, ദൈവം വന്നത് ദൂതന്മാരെ സംരക്ഷണം ചെയ്യുവാനല്ല, അബ്രഹാമിന്റെ സന്തതിയെ സംരക്ഷണം ചെയ്യാനാണ്. അർത്ഥാൽ മനുഷ്യനേക്കാൾ മേലല്ല ആര്? ദൂതന്മാർ. അതുകൊണ്ടാണ് ദൈവം നമ്മൾക്ക് തന്നിരിക്കുന്ന പദവി എന്ന് പറയുന്നത് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു പദവിയാണ്. ഇനി സ്വർഗത്തിൽ ചെന്നാലോ? വിശുദ്ധ പൗലോസ് പറഞ്ഞു, അവർക്ക് നമ്മളോട് അസൂയപ്പെടാമെങ്കിൽ അവൻ്റെ വിശുദ്ധന്മാരായ അവൻ്റെ ഭക്തന്മാരോട് അസൂയുണ്ട്. കാരണം നമ്മളെ കർത്താവ് തൻ്റെ രക്തത്താൽ വീണ്ടെടുത്ത് ഉന്നതമായ ഒരു സ്ഥാനത്ത് അവൻ ആക്കി വെച്ചിരിക്കുകയാണ്. നമ്മൾ ആരാണ്? നമ്മൾ ക്രിസ്തുവിൻ്റെ മണവാട്ടിയാണ്. ദൂതന്മാരാരാണ്? കർത്താവിനെ ശുശ്രൂഷിക്കുന്നവനാണ്. നമ്മളുടെ ശുശ്രൂഷാത്മാക്കളാണ്. അപ്പം ആരാണ് വലുത്? നമ്മളാണ് വലുത്. നമ്മൾ ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠരാണ്. എപ്പോഴാണ് നമ്മൾ ദൂതന്മാരെക്കാൾ താഴെയായി പോണേ? നമ്മൾ വിശുദ്ധിയിൽ ജീവിക്കുകയും കർത്താവിനോട് പറ്റി നിൽക്കുകയും ചെയ്യുമ്പോൾ ദൂതന്മാർ നമ്മളെക്കാൾ മേലല്ല. അതുകൊണ്ടാണ് സ്വർഗം നമ്മളെ മാനിക്കുന്നത് കൊണ്ടാണ് അവരെ എന്താക്കി വെച്ചത്? നമ്മളെ കാവൽ ചെയ്യാനാക്കി വെച്ചിരിക്കുകയാണ്. നമ്മളെ അവർ ശുശ്രൂഷിക്കുന്നു, നമ്മളെ അവർ കാവൽ ചെയ്യുന്നു, നമ്മളെ അവർ സംരക്ഷിക്കുന്നു. ദൂതന്മാർ സംരക്ഷണം ചെയ്യാനല്ല കർത്താവ് വന്നത്, നമ്മളെ സംരക്ഷണം ചെയ്യാനാണ്. അപ്പോൾ നമ്മൾക്ക് മുമ്പേ തെറ്റിപ്പോയ ലൂസിഫർ എന്ന് പറയുന്ന വൃന്ദം, അവർ തെറ്റിപ്പോയിട്ട് അവർക്കൊരു രക്ഷാപദ്ധതി തയ്യാറാക്കിയല്ല കർത്താവ് വന്നത് ഭൂമിയിൽ. മറിച്ച് പാപം ചെയ്ത് തെറ്റിപ്പോയ നമ്മൾക്കാണ് രക്ഷാപദ്ധതി അവൻ ഒരുക്കിയത്. അതുകൊണ്ട് ആ ഉന്നതമായ പദവി സൂക്ഷിക്കാനുള്ള ബാധ്യത നമുക്കുണ്ട്. ദൂതന്മാർക്ക് പോലും ലഭിക്കാത്ത പദവി, ആ ശ്രേഷ്ഠമായ ഒരു പദവി വലിയവനായ ദൈവം നമുക്ക് തന്നു. മനുഷ്യരെക്കാൾ വലിയവരല്ല ദൂതന്മാർ, നമ്മൾ അവരെക്കാൾ ശ്രേഷ്ഠന്മാരാണ്. അബ്രഹാമിൻ്റെ സന്തതിയെ കൈപിടിച്ച് നടത്തുന്ന, അബ്രഹാമിൻ്റെ സന്തതിയെ പോറ്റുന്ന, അബ്രഹാമിൻ്റെ സന്തതിയെ ഉന്നതമായ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്ന ആ മനോഹരമായൊരു പദവി പാപികളായ നമ്മളെ ശ്രേഷ്ഠമേറിയ ഒരു സ്ഥാനത്തേക്ക് കൊണ്ടുവന്നു, ദൂതന്മാരെക്കാൾ ഉന്നതമായത്. നാലാമത്തെ കാര്യം, എല്ലാം അവർക്ക് അറിയില്ല. മത്തായിയുടെ സുവിശേഷം 24:36 വാക്യം. ആ നാളും നാഴികയും സംബന്ധിച്ചോ എൻ്റെ പിതാവ് മാത്രമല്ലാതെ ആരും, സ്വർഗത്തിലെ ദൂതന്മാരും
പുത്രനും കൂടി അറിയുന്നില്ല. അപ്പൊ ദൂതന്മാർക്ക് എല്ലാം സ്വർഗത്തിലാണ് വസിക്കുന്നതെങ്കിലും സ്വർഗീയമായതെല്ലാം അറിയില്ല. ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് അവർക്ക് അറിയാം. ദൈവം വെളിപ്പെടുത്തുന്ന കാര്യങ്ങളെ നമുക്ക് അറിയാനായിട്ട് കഴിയൂ. ദൂതന്മാർക്കെല്ലാം അറിയില്ല. അവർ സർവജ്ഞാനികളല്ല, ജ്ഞാനികളാണ്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിൽ വസിക്കുന്നു എന്നുള്ളത് കൊണ്ട് നമുക്ക് അപ്പോൾ ദൈവാത്മാവ് വെളിപ്പെടുത്തി തരുന്ന കാര്യങ്ങളെ നമുക്കറിയാവൂ. 1 പത്രോസിന്റെ ലേഖനം 1:12 അതിലേക്ക് ദൈവദൂതന്മാരും കുനിഞ്ഞു നോക്കാൻ ആഗ്രഹിക്കുന്നു. അതിൻ്റെ 10-ാം വാക്യം മുതൽ വായിക്കുമ്പോഴാണ് ശരിക്കും നമുക്കത് മനസ്സിലാകുക. നിങ്ങൾക്ക് വരുവാനിരിക്കുന്ന കൃപയെക്കുറിച്ച് പ്രവചിച്ച പ്രവാചകന്മാർ ഈ രക്ഷയെ ആരാഞ്ഞന്വേഷിച്ചിരുന്നു. അവരിലുള്ള ക്രിസ്തുവിന് ആത്മാവ് ക്രിസ്തുവിന് വരേണ്ടിയ കഷ്ടങ്ങളെയും പിൻവരുന്ന മഹിമയെയും കുറിച്ച് ആരാഞ്ഞന്വേഷിച്ചിരുന്നു. ആ രക്ഷയെക്കുറിച്ച് അവർ തങ്ങൾക്കായിട്ടല്ല നിങ്ങൾക്കായിട്ടത്രേ ആ ശുശ്രൂഷ ചെയ്യുന്നു എന്നവർക്ക് വെളിപ്പെട്ടു. സ്വർഗത്തിൽ നിന്ന് അയച്ച പരിശുദ്ധാത്മാവിനാൽ നിങ്ങളോട് സുവിശേഷം അറിയിപ്പാൻ അത് ഇപ്പോൾ നിങ്ങൾ ഗ്രഹിപ്പിച്ചിരിക്കുന്നു. അതിലേക്ക് ദൈവദൂതന്മാരും കുനിഞ്ഞു നോക്കാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ആദ്യമേ ഞാൻ പറഞ്ഞില്ലേ, അസൂയപ്പെടാമെങ്കിൽ. അത്രമാത്രം അവരെ അഭിനിവേശം കൊള്ളിച്ചൊരു കാര്യമാണ് പ്രവാചകന്മാർ അരുളി ചെയ്ത ആ രക്ഷാനിർണയം, സ്വർഗം നമുക്ക് സമ്പാദിച്ചു തന്ന ആ രക്ഷ. 5-ാമത്തെ കാര്യം ഇതാണ്, വിവാഹം കഴിക്കില്ല. മത്തായിയുടെ സുവിശേഷം 22:30 വാക്യം. അവിടെ ഇങ്ങനെ കാണുന്നു, പുനരുത്ഥാനത്തിൽ അവർ വിവാഹം കഴിക്കുകയില്ല, ദൂതന്മാരെ പോലെ ആയിരിക്കും. വിവാഹം കഴിക്കുന്നില്ല, വിവാഹത്തിന് കൊടുക്കുന്നില്ല, അവർ ദൂതന്മാരെ പോലെ ആയിരിക്കും. ദൂതന്മാരെ കുറിച്ചുള്ള 3 പ്രയോഗങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒത്തിരി ആശയും പ്രതീക്ഷയും തരുന്നതാണ്. 1, സങ്കീർത്തനം 91:11 അവൻ നിന്നെ കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും, ഭയപ്പെടരുത്. സങ്കീർത്തനം 91:3 ദൂതന്മാർ നമുക്ക് ദൂതസേവ ചെയ്യുന്നവരായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണ്ട? നമ്മൾ ഭയപ്പെടേണ്ട. നമുക്ക് ദൂതന്മാരെ സംബന്ധിച്ചുള്ള 3 തിരിച്ചറിവുകൾ. അതിലൊന്ന്, ഭയപ്പെടേണ്ട. 91:11 അവൻ നിന്നെക്കുറിച്ച് നിന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 6:17 അഗ്നിമയ കുതിരകളും രഥങ്ങളും എലീശായുടെ ചുറ്റും അണിനിരന്നു. 2-ാമത്തേത്, ദൂതന്മാരെക്കാൾ വലിയവൻ എൻ്റെ കൂടെയുണ്ട്, അല്ലെങ്കിൽ എന്നിൽ വസിക്കുന്നു. 3-ാമത് നാം അതിൽ നിന്ന് പഠിക്കേണ്ട ഒരു കാര്യം, നാമും ഒരു ദൂതനാകണം. ദൂതൻ എന്ന വാക്കിന്റെ അർത്ഥം നമ്മൾ പഠിച്ചു, സന്ദേശവാഹകൻ. വെളിപ്പാട് 14:6 നിത്യസുവിശേഷമുള്ള ഒരു ദൂതൻ. നമ്മളിൽ ദൂതന്മാരെക്കാൾ വലിയവൻ വസിക്കുന്നു. ആകയാൽ ഭയപ്പെടേണ്ട.